ഈ ആഴ്ച ചില രാശിക്കാർക്ക് മുന്നോട്ട് ചാടാനുള്ള അവസരം കിട്ടും. പക്ഷേ അതേ ആഴ്ച ചിലർക്ക് ഒരു ചെറിയ പിഴവ് വലിയ നഷ്ടമായി മാറും. നിങ്ങൾ ഏത് വിഭാഗത്തിലാണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഉറപ്പായും മനസ്സിലാകും. മേടം മുതൽ മീനം വരെ ഈ ആഴ്ച മാറ്റം തുടങ്ങുന്ന രാശികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു സാധാരണ വാരഫല വീഡിയോ അല്ല. കാരണം ഈ ആഴ്ച തീരുമാനങ്ങൾ മാറ്റിയാൽ മാത്രം ഫലം മാറുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ രാശി വന്നാൽ ഒരു വരിയും സ്കിപ്പ് ചെയ്യരുത്. മേടം മുതൽ മീനം വരെ. മേടം, ഈ ആഴ്ച മേടക്കാർക്ക് ആത്മവിശ്വാസം കൂടുന്ന സമയമാണ്. ജോലിയിൽ പുതിയ ചുമതലകളും മേൽസ്ഥരുടെ അംഗീകാരവും ലഭിക്കാം. പഴയ തടസ്സങ്ങൾ ഇടിവാറായേക്കും. സാമ്പത്തികമായി സ്ഥിരതയുണ്ടെങ്കിലും അമിത ചെലവ് ഒഴിവാക്കണം. ആരോഗ്യത്തിൽ ചെറിയ ജാഗ്രത മതി. ഉറക്കവും ഭക്ഷണശീലവും കൃത്യമായി പാലിക്കുക. ഇടവം, ഇടവക്കാർക്ക് വീടും കുടുംബവും കേന്ദ്രമാകുന്ന ആഴ്ച. വീട്ടിൽ ചെറിയ ആഘോഷങ്ങൾ, സദ്ഭവനങ്ങൾ നടക്കാൻ സാധ്യത. പഴയ സാമ്പത്തിക കാര്യങ്ങൾ തീർക്കാൻ അവസരം കിട്ടും. പക്ഷേ ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുക. പങ്കാളിയുമായുള്ള തുറന്ന സംഭാഷണം ബന്ധം ശക്തമാക്കും. ആരോഗ്യത്തിൽ പൊതുവെ അനുകൂല നില. മിഥുനം, മിഥുനക്കാർക്ക് ആശയങ്ങൾക്ക് വില കൂടുന്ന ആഴ്ച. ഓഫീസിലോ ബിസിനസ്സിലോ അവതരിപ്പിക്കുന്ന പദ്ധതികൾ അംഗീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. പഠന, പരീക്ഷ, ഇന്റർവ്യൂ വിഷയങ്ങളിൽ ഗുണഫലം പ്രതീക്ഷിക്കാം. ചെറുദൂര യാത്രകൾ ഉണ്ടാകാം. പക്ഷേ തിരക്കും ക്ഷീണവും നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധങ്ങളിൽ വാക്ക് ജാഗ്രത പാലിക്കണം. കർക്കിടകം, കർക്കിടകക്കാർക്ക് സർക്കാർ അല്ലെങ്കിൽ ഔദ്യോഗിക മേഖലയിൽ നിന്ന് സഹായമോ അനുകൂല ഉത്തരവോ ലഭിക്കുന്ന സമയം. പഴയ തടസ്സപ്പെട്ട ഫയലുകൾ മുന്നോട്ടു പോകും. കുടുംബത്തിൽ മുതിർന്നവരുടെ ആരോഗ്യവും അഭിപ്രായവും കൂടുതൽ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കുക. ആത്മീയ ചിന്തകളും പൂജകളും മനസ്സിന് ശാന്തി നൽകി നല്ല ഫലം വരുത്തും. ഇവിടെ വരെ കണ്ടവർ ശ്രദ്ധിക്കണം. കാരണം ഇനി വരുന്ന 3 രാശികൾക്ക് ഈ ആഴ്ച ജീവിത ദിശ തന്നെ മാറ്റാനുള്ള അവസരമുണ്ട്. പക്ഷേ അതെല്ലാവർക്കും കാണാൻ കഴിയില്ല. ചിങ്ങം, കന്നി, തുലാം. നിങ്ങളുടെ രാശിയാണെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കൂ. ചിങ്ങം, ചിങ്ങക്കാർക്ക് കരിയർ ബിസിനസ് മേഖലയിൽ മുന്നേറ്റ സൂചനകൾ ശക്തമാണ്. പുതിയ അവസരങ്ങൾ കണ്ടെത്താനും സ്വപ്ന പദ്ധതികൾ തുടങ്ങാനും ധൈര്യം കിട്ടും. പ്രണയ ദാമ്പത്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന സമയമാണ്. ചെറിയ യാത്രകൾ ബന്ധത്തിൽ പുതുമ നൽകും. ആരോഗ്യത്തിൽ വലിയ പ്രശ്നമില്ലെങ്കിലും പ്രവർത്തനഭാരം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കന്നി, കന്നിക്കാർക്ക് മിശ്രഫലങ്ങളുടെ ആഴ്ച. ജോലിസ്ഥലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. കോപം, കഠിനവാക്ക് എന്നിവ നിയന്ത്രിച്ചാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. സാമ്പത്തികമായി ചില അപ്രതീക്ഷിത ചെലവ് വന്നേക്കാം. പക്ഷേ അവസാനം കൈകാര്യം ചെയ്യാൻ കഴിയും. ദേഹാസ്വാസ്ഥ്യങ്ങൾ ചെറുതായിരിക്കും. ഭക്ഷണ നിയമം പാലിക്കുന്നത് ഉചിതം. തുലാം, തുലാം രാശിക്കാർക്ക് സാമ്പത്തിക നീക്കങ്ങൾക്ക് അനുകൂല സമയം. പുതിയ കരാറുകൾ, നിക്ഷേപങ്ങൾ എന്നിവ തുടങ്ങാൻ ആലോചിച്ചാൽ ഗുണമുണ്ടാകാം. പക്ഷേ രേഖകൾ നന്നായി വായിച്ച് തീരുമാനിക്കണം. ദാമ്പത്യബന്ധത്തിൽ തുറന്ന സംവാദം ദുരൂഹതകൾ നീക്കും. സുഹൃത്തുക്കൾ വഴിയുള്ള ഒരു വൻ അവസരം വരാൻ സാധ്യത കാണുന്നു. വൃശ്ചികം, ധനു, മകരം. വൃശ്ചികക്കാർക്ക് കടബാധ്യത കുറയുന്ന സൂചനകൾ ശക്തമാണ്. പഴയ കടങ്ങൾ ഭാഗികമായി തീർക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്യാൻ കഴിയും. ജോലിയിൽ പരാമർശിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നൊന്ന് തീരാൻ തുടങ്ങും. കുടുംബത്തിൽ വാക്ക് കഠിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറുതായ കാര്യം പോലും വലിയ തർക്കമായി വളരാം. ധനു, ധനുരാശിക്കാർക്ക് മേൽസ്ഥരുടെ അനുഗ്രഹം കൂടുന്ന സമയം. ജോലിയിലോ ബിസിനസ്സിലോ ചെയ്ത പ്രയത്നം അംഗീകരിക്കപ്പെടുകയും പൊതുപ്രശംസ കിട്ടുകയും ചെയ്യാം. ആത്മീയ ചിന്ത, ഭജനം, പൂജ എന്നിവയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മനസ്സിന് വലിയ ശാന്തി നൽകും. വിദൂരയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ തീയതി, ഡോക്യുമെന്റ്സ് ഒക്കെ 2 തവണ പരിശോധിക്കുക. മകരം, മകരക്കാർക്ക് കയ്യിൽ പണം എത്തുന്നുണ്ടെങ്കിലും ചെലവും കൂടുന്ന സമയം. വീട്ടിലെ നവീകരണം, വാഹന പരിചരണം, ആരോഗ്യ ചെലവ് എന്നിവ ചേർന്ന് ബജറ്റ് അലോസരപ്പെടുത്താം. എങ്കിലും കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളും മാനസികമായി കരുത്തു നൽകും. ദീർഘകാല നിക്ഷേപ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാതെ വിദഗ്ധ ഉപദേശം തേടണം. കുംഭം, മീനം. കുംഭക്കാർക്ക് പുതിയ പരിചയങ്ങൾ, നെറ്റ്വർക്കിംഗ്, ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ എന്നിവയിലൂടെ
ഭാവി സാധ്യതകൾ തുറക്കുന്ന ആഴ്ച. കരിയർ സംബന്ധമായ ഒരു ഗുണകരമായ വിവരമോ ഓഫറോ സുഹൃത്തുക്കൾ വഴി കിട്ടാം. പ്രണയബന്ധം കൂടുതൽ ഉറപ്പുള്ള ഘട്ടത്തിലേക്ക് കടന്നേക്കാം. ഹവർ, ചെറിയ അനുമാനങ്ങൾ വലുതാക്കാതെ നേരിട്ട് സംസാരിക്കുക നല്ലത്. മീനം രാശിക്കാർക്ക് നേട്ടവും വെല്ലുവിളിയും ചേർന്ന ആഴ്ച. ജോലിയിൽ പുതിയ ചുമതലകൾ വന്നേക്കാം. ശക്തമായി നിർവഹിച്ചാൽ ഉയർച്ചയുടെ വഴി തുറക്കും. എന്നാൽ ചില അനിയന്ത്രിത ചെലവുകൾ കൊണ്ട് ബജറ്റിൽ കുഴപ്പം തോന്നാം. ചെലവിൽ കൃത്യത അനിവാര്യമാണ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചെറു ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. വിശ്രമവും വെള്ളം കുടിക്കുന്നതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ രാശി കേട്ടപ്പോൾ ഇത് ശരിയാണോ എന്ന് തോന്നിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ പ്രതികരണമാണ് ഈ ജ്യോതിഷ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. ഇനിയും ഇങ്ങനെ സൂക്ഷ്മ മുന്നറിയിപ്പുകൾ നഷ്ടപ്പെടരുതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.